ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനകത്തിൽ വെക്ടർ അഡീഷനും ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊജക്റ്റൈലാണ്. എന്താണെന്ന് നോക്കാം. പ്രൊജക്റ്റൈൽ, നിങ്ങൾ ആരെങ്കിലും പ്രൊജക്റ്റൈൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല അല്ലേ. ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റൈലിനെ കാണിച്ചു തരാം. That's got to be over the 90-meter mark. Have a look at this. He wallops it. He really is strong. And that was the best technically I've seen him. And that javelin is, well, it's going for the moon. ഇപ്പോൾ മനസ്സിലായോ പ്രൊജക്റ്റൈൽ എന്താണെന്ന്? അതായത് പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കല്ല് വലിച്ചെറിയുന്നു, അതൊരു പ്രൊജക്റ്റൈലാണ്. ഈ പെൻ ഞാനിങ്ങനെ എറിയുന്നു, പ്രൊജക്റ്റൈലാണ്. ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു, അത് പ്രൊജക്റ്റൈലാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റ് പുറത്തേക്ക് വരുന്നു, അത് പ്രൊജക്റ്റൈലാണ്. നമ്മളൊരു ബോൾ ഇങ്ങനെ എറിയുന്നു, അതെന്താണ്? പ്രൊജക്റ്റൈലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിഞ്ഞ ശേഷം പറന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയൊക്കെ നമ്മൾ പ്രൊജക്റ്റൈൽ എന്ന് വിളിക്കും അല്ലേ. അപ്പം പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഇൻ ഫ്ലൈറ്റ് ആഫ്റ്റർ ബീയിങ് ത്രോൺ ഓർ പ്രൊജക്റ്റഡ് അല്ലേ. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്ലൈറ്റ് ആഫ്റ്റർ ബീയിങ് ത്രോൺ ഓർ പ്രൊജക്റ്റഡ് അല്ലേ. അപ്പോൾ നമ്മൾ എറിയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വിടുകയോ ഇല്ലേ. ഇപ്പം നമ്മളൊരു ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പ്രൊജക്റ്റൈൽ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രൊജക്റ്റൈലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കല്ലെറിയുന്നത് അല്ലേ. കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നിയന്ത്രിക്കുന്നത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പിടിച്ച് താഴോട്ട് വലിക്കും. അതുകൊണ്ട് ഈ കല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങനെ താന്നു വരുന്നതായിട്ട് കാണാം അല്ലേ. അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എറിഞ്ഞ കല്ല് നേരെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്ത് തരും. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഈ കല്ല് താഴേക്ക് മൂവ് ചെയ്യും, എർത്തിന് നേരെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ താഴേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് പ്രൊജക്റ്റൈലിന്റെ പ്രത്യേകത. നമ്മൾ എറിഞ്ഞ ശേഷം പിന്നെ നമുക്കതിൻ്റെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല. പിന്നെന്താണ്? എർത്താണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ മൂവ് ചെയ്യുന്നത് പ്രൊജക്റ്റൈലാണോ? അല്ല. കാരണം ഹെലികോപ്റ്ററിൽ പൈലറ്റിന് പിന്നീട് എങ്ങോട്ട് വേണമെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ എയ്റോപ്ലെയിൻ്റെ മോഷൻ പ്രൊജക്റ്റൈലാണോ? അല്ല. കാരണം എന്താണ്? പൈലറ്റ് അതിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കല്ല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കല്ല് പോയോ, നിങ്ങളുടെ കൺട്രോൾ എല്ലാം പോയി ഇല്ലേ. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കൺട്രോൾ മുഴുവൻ പോയി. പിന്നെ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനനുസരിച്ചാണ് പിന്നെ അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊജക്റ്റൈൽ ഇല്ലേ. അപ്പം ജാവലിംഗ് ത്രോ ഇല്ലേ, ജാവലിൻ എറിയുന്നു, അതെന്താണ്? പ്രൊജക്റ്റൈലാണ്. അതുപോലെ തന്നെ ഷോട്ട് പുട്ട് ഇല്ലേ, കണ്ടിട്ടില്ലേ. അപ്പം ആ ഷോട്ടിന്റെ മോഷനൊക്കെ എന്താണ്? അത് പ്രൊജക്റ്റൈലാണ്. അപ്പോൾ അതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? പ്രൊജക്റ്റൈലിന് എക്സാമ്പിൾസ് ആണ് അല്ലേ. അതായത് ഒരു പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുന്നു, ഒരു കല്ല് വലിച്ചെറിയുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കല്ല് ഒരു പാരാബോളിക് പാത്തിലായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലേ. ഒരു പാരാബോളിക് പാത്തിലായിരിക്കും ഈ കല്ല് മൂവ് ചെയ്യുന്നത്. ഞാൻ കല്ലെറിഞ്ഞ എങ്ങോട്ടാണ്? ഞാൻ കല്ല് ഇങ്ങനെ വളച്ചൊന്നും അല്ല എറിഞ്ഞ, ഞാൻ കല്ല് നേരെ ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞു. ഈ ഡയറക്ഷനിലാണ് ഞാൻ കല്ലെറിഞ്ഞത്. ഈ മുകളിലേക്ക് എറിഞ്ഞ കല്ല് നേരെ മുകളിലേക്ക് ഇങ്ങനെ പോകത്തില്ല. പോകുമായിരുന്നു, പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ കല്ലിനെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന കല്ലിനെ താഴോട്ട് പിടിച്ച് വലിക്കുന്ന കാരണം ഇങ്ങനെ വന്നിത് ഇവിടെ വീഴും. ഇതെന്താണ്? ഒരു പ്രൊജക്റ്റൈലാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റൈലിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് പ്രൊജക്റ്റൈൽ ഒരേ സമയം തന്നെ രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇല്ലേ. എന്ന് പറഞ്ഞാൽ ഈ കല്ല് ഇതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സ് അല്ലേ, ഇതെന്ന് പറഞ്ഞാൽ വൈ ആക്സ് ആണ്. നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 2, 4 ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ 2, 4 ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഒരേ സമയം തന്നെ ഇത് എക്സ് വാല്യൂം ഇതിന്റെ മാറുന്നുണ്ട്, വൈ വാല്യൂം മാറുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ എക്സ് ആക്സിലും ട്രാവൽ ചെയ്യുന്നുണ്ട്, വൈ ആക്സിലും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കല്ല് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിലും ട്രാവൽ ചെയ്യുന്നുണ്ട്, വൈ ആക്സിലും ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത് എക്സ് ആക്സിലും ട്രാവൽ ചെയ്യുന്നുണ്ട്, താഴോട്ട് നെഗറ്റീവ് വൈ ആക്സിസ് അല്ലെ. മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ് വൈ ആക്സ് ആണെങ്കിൽ താഴോട്ട് എന്താണ്? നെഗറ്റീവ് വൈ ആക്സിലാണ്, താഴോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്, താഴോട്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലും പ്രൊജക്റ്റൈലിന് മോഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും മോഷൻ ഉണ്ട്. ഒരേ സമയം രണ്ട് ഡയറക്ഷനിൽ ആര് മൂവ് ചെയ്യുന്നുണ്ട്? പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അതാണ് പ്രൊജക്റ്റൈൽ മോഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിലും ഉണ്ട്, വൈ ആക്സിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ മോഷൻ ആണ്. രണ്ട് കമ്പോണന്റ് ഉണ്ട്, എക്സ് കമ്പോണന്റും ഉണ്ട്, വൈ കമ്പോണന്റും ഉണ്ട് അല്ലേ. ഇനി ഇതിന്റെ എക്സ് ആക്സിസിലെ മോഷൻ, ഈ ഡയറക്ഷനിലുള്ള മോഷനെ എതിർക്കാൻ ആരുമില്ല. എയറിന്റെ ഫ്രിക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നോട്ടുള്ള മോഷനെ ആരും എതിർക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് ഇതിന്റെ മുന്നോട്ടുള്ള മോഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ
ഈ കല്ല് എറിഞ്ഞപ്പോൾ ഇതിന് മുന്നോട്ടുള്ള വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെയും മുന്നോട്ടുള്ളത് 5 മീറ്റർ പെർ സെക്കൻഡും ഇവിടെയും മുന്നോട്ടുള്ള 5 മീറ്റർ പെർ സെക്കൻഡും ഇവിടെയും മുന്നോട്ടുള്ള 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റിക്ക് ഒരു മാറ്റവും ഇല്ല. കാരണം ആ മോഷനെ അഫക്റ്റ് ചെയ്യുന്ന ആരും എർത്തിന്റെ സർഫസിലെങ്കിലും ഇല്ല. എയർ ഇല്ലാതാണെന്ന് അല്ലെങ്കിൽ എയറിന്റെ പ്രസൻസ് നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. എയറിന്റെ ഫ്രിക്ഷൻ ഉണ്ട്, അത് തൽക്കാലം കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഈ എക്സ് ആക്സിസിലുള്ള മോഷൻ യൂണിഫോം മോഷൻ ആയിരിക്കും. യൂണിഫോം മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ 0 അല്ലേ. അപ്പോൾ അതുകൊണ്ട് എക്സ് ആക്സിസിൽ പ്രൊജക്റ്റൈല് യൂണിഫോം മോഷനിലായിരിക്കും അല്ലേ. അപ്പോൾ ഈ പ്രൊജക്റ്റൈലിന് 2 കമ്പോണന്റ് ഉണ്ട് മോഷനിൽ. ഒരു എക്സ് കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട് വിത്തൗട്ട് എനി ആക്സിലറേഷൻ ഇല്ല ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് തന്നെയാണ്. എന്നാൽ ഈ വൈ ആക്സിസിലുള്ള വെലോസിറ്റി മാറുന്നുണ്ട്. നമ്മൾ നേരെ ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞു വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ മുകളിലേക്കുള്ള വെലോസിറ്റി 2 അല്ലെങ്കിൽ ഒരു 10 ആണെന്ന് നോക്കൂ. ഞാൻ വെറുതെ എഴുതുന്നേ ഉള്ളൂ, 10 ആണെന്ന് നോക്കൂ. ഇവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ മുകളിലേക്കുള്ള വെലോസിറ്റി 8 ആയിരിക്കും. ഈ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ മുകളിലേക്കുള്ള വെലോസിറ്റി 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന് ചെല്ലാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഇതാണ് അല്ലെ, മാക്സിമം ഹൈറ്റ്. അതുപോലെ പക്ഷേ ഈ മാക്സിമം ഹൈറ്റിൽ വൈ ആക്സിലോട്ടുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള വെലോസിറ്റി 0 ആണ്. പക്ഷെ അപ്പോഴും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതിന് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ പ്രൊജക്റ്റൈലിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. ഈ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ വൈ ആക്സിസിലുള്ള പ്രൊജക്റ്റൈലിന്റെ വെലോസിറ്റി 0 ആണ്. പക്ഷെ എക്സ് ആക്സിസിൽ അപ്പോഴും 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഒരു ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല, പക്ഷേ വേറെ ഒരു ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ട്. സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. അതിന് എക്സാമ്പിളാണ് പ്രൊജക്റ്റൈൽ അല്ലേ. അപ്പം അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ ബിക്കം 0, ബട്ട് ഇൻ എക്സ് ഡയറക്ഷൻ ഇറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ അല്ലേ. അതായത് ഒരു പ്രൊജക്റ്റൈൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉയരം കൂടുന്നതനുസരിച്ച് അതിന്റെ വെലോസിറ്റി കുറഞ്ഞ് ഈ മാക്സിമം ഹൈറ്റിൽ വരുമ്പോൾ വെലോസിറ്റി വൈ ആക്സിലെ മാക്സിമം എന്താണ് ഫൈനൽ വെലോസിറ്റി 0 ആവും. പക്ഷെ എപ്പോഴും എക്സ് ആക്സിൽ എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ മുന്നോട്ട് അപ്പോഴും ഈ കല്ല് ട്രാവൽ ചെയ്യുന്നുണ്ട്, പക്ഷെ മുകളിലോട്ടും താഴോട്ടും ഉള്ള മോഷൻ ആ ഒരു സെക്കൻഡിൽ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇല്ല. അപ്പൊ അതിനും എക്സാമ്പിൾ ആണ് പ്രൊജക്റ്റൈൽ അല്ലേ. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൈ ആക്സിസിലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പോൾ എർത്ത് താഴോട്ട് കൊടുക്കുന്ന ആക്സിലറേഷൻ ഉണ്ടല്ലോ. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ വൈ ആക്സിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ -g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g അല്ലേ, -g അല്ലേ. അതിന്റെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, പ്രൊജക്റ്റൈലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊജക്റ്റൈലിന് 2 കമ്പോണൻസ് ഉണ്ട് മോഷനിൽ അല്ലേ. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട് എക്സ് ഡയറക്ഷനിൽ വിത്തൗട്ട് എനി ആക്സിലറേഷൻ. അവിടെ ആക്സിലറേഷൻ ഇല്ല, യൂണിഫോം മോഷനിലാണ് അവൻ അവിടെ എക്സ് ആക്സിൽ ട്രാവൽ ചെയ്യുന്നത്. ഇനി വൈ ആക്സിസിൽ ആക്സിലറേറ്റഡ് മോഷനാണ്. ആര് കാരണം? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇല്ലേ. അപ്പോഴത്തെ ആക്സിലറേഷൻ ആണ് എന്താണ് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് അതിനെ -g എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റൈലിന്റെ മോഷൻ 2 കമ്പോണൻസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഇവനെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കമ്പോണന്റും, പിന്നെ ഒന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ കൊണ്ടുവന്ന കമ്പോണന്റ്, അല്ലെങ്കിൽ മുകളിലേക്കാകാതെ താഴോട്ടാകും അല്ലേ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു പ്രൊജക്റ്റൈൽ അതിന്റെ മാക്സിമം ഹൈറ്റിൽ വരുമ്പോൾ വൈ ആക്സിലെ വെലോസിറ്റി 0 ആവും. എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഇവൻ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നില്ല, പക്ഷേ എക്സ് ആക്സിൽ അപ്പോഴും മുന്നോട്ടപ്പോഴും അവൻ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ല. അല്ലെങ്കിൽ ഈ കല്ല് മാക്സിമം ആയിട്ട് ഒന്ന് നേരെ അവിടെ നിൽക്കേണ്ടതല്ലേ അല്ലേ. പക്ഷെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നെങ്കിലും അവൻ ആ സമയത്ത് മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള വെലോസിറ്റി 0 അല്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഒരു ഡയറക്ഷനുള്ള വെലോസിറ്റി 0, മറ്റൊരു ഡയറക്ഷനുള്ള വെലോസിറ്റി 0 അല്ല. അതിന് എക്സാമ്പിൾ ആണ് പ്രൊജക്റ്റൈൽ അല്ലേ. പ്രൊജക്റ്റൈലിന് മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി ഉണ്ട്, പക്ഷേ വൈ ഡയറക്ഷനുള്ള വെലോസിറ്റി 0 അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് പ്രൊജക്റ്റൈൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം എന്തിനെക്കുറിച്ച്, ഒരു പ്രൊജക്റ്റൈലിനെ കുറിച്ച് അല്ലേ. അപ്പോൾ പ്രൊജക്റ്റൈല് ഹൊറിസോണ്ടൽ ഡയറക്ഷന് യൂണിഫോം മോഷനിലാണ് ഇല്ല. നമുക്കറിയാം വെലോസിറ്റി മാറണമെങ്കിൽ ആരെങ്കിലും അയാളെ എതിർക്കുകയോ അല്ലെങ്കിൽ തള്ളുകയോ ഒക്കെ ചെയ്യണം. പക്ഷേ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എർത്തിന്റെ സർഫസിൽ അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ല. ഈ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള മോഷനെയാണ് ആര് അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇല്ലേ, അഫക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ
മര്യാദയ്ക്ക് എർത്തിൻ്റെ സർഫസിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒന്നും നമ്മളെ ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പം എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് താഴോട്ട് ഒരു വലിയാണ് അല്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഡയറക്ഷനിലുള്ള മോഷനെ മാത്രമേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ പോകുന്നവനെ ഒന്നും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം പ്രൊജക്റ്റൈൽ ഇങ്ങനെയും പോകുന്നുണ്ട്, ഈ ഡയറക്ഷനിലും പോകുന്നുണ്ട് ഒരേ സമയം അല്ലേ. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ടുള്ള വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ മുകളിലോട്ടും താഴോട്ടും ഈ വൈ ആക്സിലുള്ള വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മാക്സിമം ആയിട്ട് ചെല്ലുമ്പോൾ വൈ ആക്സിലെ വെലോസിറ്റി 0 ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊജക്റ്റൈലിനെ കുറിച്ച് ആകെയുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചാണ്. അപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ വാല്യൂസ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്ര സമയം കഴിയുമ്പോൾ ഒരു പ്രൊജക്റ്റൈൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് പുതുമയൊന്നുമില്ല, നമ്മൾ പണ്ട് പഠിച്ച കുറേ കാര്യങ്ങളൂടെ കണക്ട് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കല്ല് വലിച്ചെറിഞ്ഞു. ഞാൻ കല്ല് ഇങ്ങനെയാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്ത് ഈ ഡയറക്ഷനിലാണ്. പക്ഷേ കല്ല് അങ്ങനെ പോവോ? ഇല്ല. ഇങ്ങനെ പോകുന്ന കല്ലിനെ ഭൂമി പിടിച്ച് താഴോട്ട് വലിക്കുന്ന കാരണം ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് ഇത് വീഴും അല്ലേ. അപ്പോൾ ഞാൻ കൊടുത്ത ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ അതിനെ V0 എന്ന് എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ U എന്നൊക്കെ എഴുതാം, പക്ഷേ ടെക്സ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്തിലൊക്കെ V0 എന്നൊക്കെ തന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് V0 എന്ന് എഴുതി. എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി? ഞാൻ കല്ല് വലിച്ചെറിഞ്ഞ വെലോസിറ്റി, ഈ ഡയറക്ഷൻ എറിഞ്ഞ വെലോസിറ്റി എത്രയാണ്? V0. ഞാനപ്പോൾ ചരിച്ചല്ലേ എറിഞ്ഞ്, അപ്പോൾ എക്സ് ആക്സിസിൽ നിന്ന് എത്രയാണ് ചരിച്ചെറിഞ്ഞിരിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ തീറ്റ. വേണമെങ്കിൽ നമുക്ക് θ0 എന്നും കൊടുക്കാം. തൽക്കാലം തീറ്റ എന്ന് കൊടുത്താൽ മതി, ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ തീറ്റ. വേണമെങ്കിൽ ഇതിനെ ഇനിഷ്യൽ ആംഗിൾ ആയതുകൊണ്ട് θ0 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് U എന്നും കൊടുക്കാം. തൽക്കാലം ഞാൻ V0 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ U എന്നിട്ട് ഡിറൈവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ കല്ലിനെ ചരിച്ചെറിഞ്ഞു. ഈ ഡയറക്ഷനിലാണ് ഞാൻ എറിഞ്ഞത്, അതാണ് ഈ ആരോ കാണിക്കുന്നത്. പക്ഷെ കല്ല് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വന്നിട്ട് താഴോട്ട് വന്നു വീഴും അല്ലേ. അപ്പോൾ ഈ എറിഞ്ഞ ഡയറക്ഷനും എക്സ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി ഞാൻ കല്ല് ഇങ്ങനെയാണ് എറിഞ്ഞതെങ്കിലും ഈ കല്ലിന് മുന്നോട്ട് ഒരു വെലോസിറ്റി ഞാൻ കൊടുത്തു, മുകളിലേക്ക് ഒരു വെലോസിറ്റി കൊടുത്തു അല്ലേ. ഞാൻ ഇങ്ങനെയാണ് കല്ല് എറിഞ്ഞെങ്കിൽ മുകളിലേക്ക് മാത്രമേ ഉള്ളായിരുന്നു വെലോസിറ്റി, ഇങ്ങനെ എറിഞ്ഞായിരുന്നെങ്കിൽ അങ്ങോട്ട് മാത്രമേ ഉള്ളായിരുന്നു വെലോസിറ്റി. എന്നാൽ ഇങ്ങനെ ചരിച്ചെറിഞ്ഞ കാരണം മുകളിലേക്കും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കല്ല് മുകളിലേക്കും പോകുന്നുണ്ട്, മുന്നോട്ടും പോകുന്നുണ്ട്. അതായത് എക്സ് ആക്സിസിലുള്ള വെലോസിറ്റിയെ ഞാൻ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെക്ടറിന്റെ റെസൊല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഇങ്ങനെ പോയാൽ ഇത് തീറ്റയാണെങ്കിൽ, ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ മുന്നോട്ടുള്ള കമ്പോണന്റ് ആണ് എയുടെ കോസ് തീറ്റ കമ്പോണന്റ്, മുകളിലേക്കുള്ള കമ്പോണന്റ് ആണ് എയുടെ സൈൻ തീറ്റ കമ്പോണന്റ്. ഇതേ ഐഡിയ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. അപ്പം ഈ വെലോസിറ്റി ഇങ്ങനെയാണ് ഞാൻ എറിഞ്ഞത്. അപ്പോൾ ഈ വെലോസിറ്റി രണ്ടായിട്ട് പിരിയുന്നു. ഇറ്റ് റീസോൾവ്സ് ഇൻടു 2 കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ കല്ലിനെ കുറച്ച് വെലോസിറ്റി മുന്നോട്ടും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു, കുറച്ച് വെലോസിറ്റി മുകളിലേക്കും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. നമ്മൾ എറിഞ്ഞപ്പോൾ ആദ്യം കൊടുത്ത കുറച്ച് വെലോസിറ്റി. അപ്പോൾ മുന്നോട്ടുള്ള വെലോസിറ്റി V0 ഇതുപോലെ തന്നെ എഴുതാം, കോസ് തീറ്റ. അവിടെ ഏന്ന് എഴുതിയതിന് വരെ ഇവിടെ V0 എന്ന് വന്നെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് ഇനിഷ്യലി മുകളിലേക്ക് കിട്ടിയ വെലോസിറ്റി ഇതുപോലെ തന്നെ V0 സൈൻ തീറ്റ അല്ലേ, V0 സൈൻ തീറ്റ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിഷ്യൽ വെലോസിറ്റിക്ക് 2 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കല്ല് മുന്നോട്ടും പോകുന്നുണ്ട്, മുകളിലേക്കും പോകുന്നുണ്ട്. ഇവനെ മുന്നോട്ട് നീക്കിയ ഇനിഷ്യൽ വെലോസിറ്റിയാണ് V0 കോസ് തീറ്റ, ഇവനെ മുകളിലേക്ക് നീക്കിയ ഇനിഷ്യൽ വെലോസിറ്റിയാണ് V0 സൈൻ തീറ്റ. നിങ്ങൾ മുകളിലോട്ട് മാത്രമേ എറിഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ V0 സൈൻ തീറ്റ മാത്രമേ ഉണ്ടുള്ളൂ, V0 കോസ് തീറ്റ ഇല്ലായിരുന്നായിരിക്കും ഇല്ലേ. ഇങ്ങനെ ചരിച്ചാണ് അങ്ങോട്ട് എറിഞ്ഞായിരുന്നെങ്കിൽ V0 സൈൻ തീറ്റ 0 ആവും, V0 കോസ് തീറ്റ മാത്രം അവിടെ വരും. നമ്മൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് അതിന് മുന്നോട്ടൊരു വെലോസിറ്റിയും കിട്ടി, മുകളിലേക്കൊരു വെലോസിറ്റിയും കിട്ടി, അതേ ഉള്ളൂ. അപ്പോൾ റെസൊല്യൂഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അവിടെ എക്ക് വരെ ഇവിടെ V0 വന്നെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി എഴുതാം. ഇനിഷ്യൽ വെലോസിറ്റി, പ്രൊജക്ടൈലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി, എക്സ് ആക്സിസിലെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? V0 കോസ് തീറ്റ. അതുപോലെ തന്നെ വൈ ആക്സിസിലെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? V0 സൈൻ തീറ്റ. അത്രയും. ഇനി ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ തന്നെയാണ്, ഒറിജിനിൽ തന്നെയാണ്, 0,0 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്, നമ്മളിത് എറിഞ്ഞ ശേഷം കുറച്ച് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇതിനുണ്ടാവും അല്ലേ. എക്സ് ആക്സിസിലെ ആക്സിലറേഷൻ 0ആണ്, കാരണം ഈ എക്സ് ആക്സിൽ ഇവനെ എതിർക്കാൻ ആരുമില്ല, അതുകൊണ്ട് യൂണിഫോം മോഷനിലാണ്. എന്നാൽ വൈ ആക്സിലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് അല്ലേ.
അപ്പോൾ അടുത്തത് ആക്സിലറേഷൻ എടുക്കാം. ആക്സിലറേഷൻ എക്സ് ആക്സിസ്. എക്സ് ആക്സിലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ AX = 0. എക്സ് ആക്സിലെ ആക്സിലറേഷൻ ഇല്ല, കാരണം അത് യൂണിഫോം മോഷനിലാണ്. എറിഞ്ഞപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി v0 cos θ ആണ് എക്സ് ആക്സിലെങ്കിൽ എത്ര സമയം കഴിഞ്ഞാലും ഇതേ വെലോസിറ്റി തന്നെ ആയിരിക്കും. ഇനി വൈ ആക്സിസ്. വൈ ആക്സിലെ ആക്സിലറേഷൻ AY എന്ന് കൊടുക്കുക അല്ലേ. വൈ ആക്സിസിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നു അല്ലേ. അതുകൊണ്ട് അതിനെ നമുക്ക് -g എന്ന് വിളിക്കാം. -g. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി അറ്റ് t സെക്കൻഡ്. അതായത് നമ്മൾ ഈ കല്ലിനെ വലിച്ചെറിഞ്ഞു, ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ലിന് എത്ര വെലോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ 5 സെക്കൻഡ് കഴിയുമ്പോൾ കല്ലിന് എത്ര വെലോസിറ്റി ഉണ്ടാവും, ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒരു കാര്യമുണ്ട്, പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവൻ മുന്നോട്ടും പോകുന്നുണ്ട് വൈ ഡയറക്ഷനിലും പോകുന്നുണ്ട്. അപ്പോൾ 2 ഡയറക്ഷനിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലേ. എക്സ് ഡയറക്ഷനിലേയും കണ്ടുപിടിക്കണം, വൈ ഡയറക്ഷനിലേയും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ വെലോസിറ്റിക്ക് നമ്മളിപ്പം പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, v = u + at അല്ലേ. ഇതാണ് നമുക്കിപ്പോൾ അറിയാവുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇത് മതി, ഇത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ എഴുതാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം എക്സ് ആക്സിലെ നോക്കാം. അതായത് എക്സ് ആക്സിസിലെ ടി എന്ന് പറയുന്ന ടൈം കഴിഞ്ഞ് ഈ ഒബ്ജക്റ്റിന് എത്ര വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കാം. എക്സ് ആക്സിലെ വെലോസിറ്റി ആയതുകൊണ്ട് വിക്ക് പകരം vx എന്ന് കൊടുത്തു. vx അല്ലേ. എക്സ് ആക്സിലെ വെലോസിറ്റി ആയതുകൊണ്ട് യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ. എക്സ് ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി v0 cos θ അല്ലേ. അപ്പോൾ യുവിന് പകരം v0 cos θ എന്ന് കൊടുത്തു. ഇനി എക്സ് ആക്സിലെ ആക്സിലറേഷൻ, എക്സ് ആക്സിസിലെ ആക്സിലറേഷൻ ax എന്ന് പറയുന്നത് 0 അല്ലേ. അപ്പോൾ എക്സ് ആക്സിലെ ആക്സിലറേഷൻ ax = 0. ഇത്ര ഇക്വേഷനിലോട്ട് കൊടുത്താൽ മതി, നമുക്ക് ഇക്വേഷൻ കിട്ടും. നമുക്ക് നോക്കാം. വിക്ക് പകരം vx = യുവിന് പകരം v0 cos θ അല്ലേ. പിന്നെ a 0 ആണ്. a 0 ആണെങ്കിൽ ആ ടൈം ഫുള്ള് 0 ആയിരിക്കും അല്ലേ. അപ്പം vx എക്സ് ആക്സിസിൽ ടി എന്ന് പറയുന്ന ടൈം കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് vx = v0 cos θ. നമ്മൾ ഇവിടെ നോക്കി, ആദ്യം എറിഞ്ഞപ്പോഴും ഇതേ വെലോസിറ്റി തന്നെയല്ലേ ഉള്ളൂ, v = v0 cos θ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ് ആക്സിസിൽ ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട് എറിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എറിഞ്ഞപ്പോൾ എത്ര ഇനിഷ്യൽ വെലോസിറ്റി ഇതിനുണ്ടായിരുന്നോ അത് തന്നെ കാണത്തുള്ളൂ എക്സ് ആക്സിൽ എത്ര സമയം കഴിഞ്ഞാലും. അതാണ് നമ്മൾ പറഞ്ഞത് പ്രൊജക്റ്റൈൽ എക്സ് ആക്സിസിൽ യൂണിഫോം മോഷനിലാണെന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വൈ ആക്സിൽ ഒന്ന് കണ്ടുപിടിക്കാം. വൈ ആക്സിസ് അല്ലേ. അപ്പോൾ വൈ ആക്സിസിലെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇക്വേഷനേ ഉള്ളൂ നമുക്ക്. അപ്പം വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വൈ ആക്സിലായതുകൊണ്ട് നമ്മൾ വിക്ക് പകരം vy എന്ന് കൊടുത്തു. വൈ ആക്സിലെ വെലോസിറ്റി എന്താണ്? vy. ഇനി യു എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി. വൈ ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി v0 sin θ അല്ലേ. ദെൻ യുവിന് പകരം v0 sin θ. ഇനി എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലേ. അപ്പം വൈ ആക്സിലെ ആക്സിലറേഷൻ -g ആണ് അല്ലേ. ദെൻ വൈ ആക്സിലെ ആക്സിലറേഷൻ a = -g ആണ് അല്ലേ. ഇത്രയും കൂടെ നമ്മൾ നമ്മുടെ ഈ ഇക്വേഷൻ ആക്കി കൊടുക്കുക അല്ലേ. അപ്പം വിക്ക് പകരം vy = അല്ലേ. vy = ദെൻ യുവിന് പകരം v0 sin θ അല്ലേ. ദെൻ എക്ക് പകരം -g, ദെൻ -g t അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൈ ആക്സിലെ ടി എന്ന് പറയുന്ന ടൈം കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റി എന്താണ്? vy = v0 sin θ - gt അല്ലേ. നമ്മൾ v = u + at എന്ന് പറയുന്ന ഇക്വേഷനിൽ വൈ ആക്സ് ആയതുകൊണ്ട് vy എന്ന് കൊടുത്തു. വൈ ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറഞ്ഞാൽ v0 sin θ എന്ന് കൊടുത്തു. എക്ക് പകരം -g എന്ന് കൊടുത്തു അല്ലേ. -g എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റൈൽ എറിഞ്ഞ ശേഷം 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന് എത്ര വെലോസിറ്റി ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ടി എന്ന് പറയുന്ന ടൈമിൽ 5 എന്ന് കൊടുത്താൽ മതി. ആൻസർ നമുക്ക് സുഖമായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഇക്വേഷൻ കൊടുത്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പം ഈ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഇത് വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കേണ്ടത് പ്രൊജക്റ്റൈലിന്റെ പൊസിഷൻ അറ്റ് ടി സെക്കൻഡ്. അതായത് ഒരു 10ാമത്തെ സെക്കൻഡ് ഈ പ്രൊജക്റ്റൈലിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും, അല്ലെങ്കിൽ 20ാമത്തെ സെക്കൻഡിൽ ഈ പ്രൊജക്റ്റൈലിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും. അപ്പം
പൊസിഷൻ ഓഫ് എ പ്രൊജക്റ്റിൽ അറ്റ് ടി സെക്കൻഡ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടുപിടിച്ച പോലെ അല്ല. ഇവിടെ എക്സ് ഡയറക്ഷനിലെ പൊസിഷനും ഉണ്ട്, വൈ ഡയറക്ഷനിലെ പൊസിഷനും ഉണ്ട്. രണ്ട് പൊസിഷനും നമ്മൾ കണ്ടുപിടിക്കണം. ഇനി പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലേ, പൊസിഷൻ ടൈം റിലേഷൻ അല്ലേ. ഇത്ര ടൈമിൽ എത്ര പൊസിഷനിലാണെന്നല്ലേ അറിയണ്ടേ, അതിന് നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻ ഉണ്ട് അല്ലേ. ദെൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ പൊസിഷൻ ടൈം റിലേഷൻ അല്ലേ. ഇവ മതി നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഡയറക്ഷനിലെ പൊസിഷനും കണ്ടുപിടിക്കണം, വൈ ഡയറക്ഷനിലെ പൊസിഷനും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എക്സ് ഡയറക്ഷനിലെ കണ്ടുപിടിക്കാം, എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ ഇതിന് പകരം ഓരോരുത്തർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്, എക്സ് ഡയറക്ഷനിലെ ആയതുകൊണ്ട് നമുക്ക് അതിനെ എക്സ് എന്ന് അങ്ങ് കൊടുക്കാം അല്ലേ. അപ്പോൾ എസിന് പകരം എക്സ് കൊടുത്തു. യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ. അപ്പോൾ യു ഇനിഷ്യൽ വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ v0 cos θ ആണ്. ദെൻ യു ഈസ് ഈക്വൽ ടു v0 cos θ. ടൈമിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലായിടത്തും ടൈം ടി തന്നെ. ദെൻ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ അല്ലേ, എക്സ് ആക്സിൽ ആക്സലറേഷൻ ഇല്ല, അതുകൊണ്ട് എ 0. എ ഈസ് ഈക്വൽ ടു 0. എക്സ് ആക്സിലെ ആക്സലറേഷൻ എ എക്സ് 0 അല്ലേ, അതുകൊണ്ട് 0. ഇതെല്ലാം കൂടെ ഈ ഇക്വേഷൻ കൊടുത്താൽ മതി, നമുക്ക് ഇതിന്റെ ഇക്വേഷൻ കിട്ടും അല്ലേ. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ ഇക്വേഷൻ അറിയാം എല്ലാവർക്കും. ഇതിനകത്തിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ നമ്മുടെ ആൻസർ ആവും അല്ലേ. ദെൻ എസിന് പകരം എക്സ് ഈക്വൽ ടു യുവിന് പകരം v0 cos θ. ദെൻ ടി അതുപോലെ തന്നെ കൊടുത്തു അല്ലേ. ഇനി ആക്സിലറേഷൻ 0 അല്ലേ, അപ്പൊ ഈ ഇക്വേഷനിൽ ഇത് 0 ആയി, ടൈം ഫുള്ള് എന്തായി പോകും, 0 ആയി പോകും അല്ലേ. അപ്പൊ ഇതാണ് പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഒരു പ്രൊജക്റ്റിലെ എക്സ് ആക്സിലെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ഒരു കല്ല് നിങ്ങൾ എറിഞ്ഞു, 5 സെക്കൻഡ് കഴിയുമ്പോൾ എക്സ് ആക്സിൽ ഈ കല്ല് ഏത് പൊസിഷനിലായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇവിടെ ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിൽ ഏത് പൊസിഷനിലാണെന്ന് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. ഇതുപോലെ തന്നെ ഈ കല്ല് വൈ ആക്സിസിൽ അതേ സമയത്ത് ഏത് പൊസിഷനിലാണെന്ന് അറിയണ്ടായോ, അതിന് നമുക്ക് ഇതേ ഇക്വേഷൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഉപയോഗിക്കാം. വൈ ആക്സിസ് ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ ഉപയോഗിക്കാം. അപ്പം എസ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്, എസ് വൈ ആക്സിൽ ആയതുകൊണ്ട് നമുക്ക് എസിന് പകരം വൈ എന്ന് കൊടുക്കാം. ദെൻ എസിന് പകരം വൈ. ദെൻ യു ഇനിഷ്യൽ വെലോസിറ്റി ആണ്, വൈ ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി v0 sin θ ആണ്. അപ്പം യു ഈസ് ഈക്വൽ ടു v0 sin θ. ദെൻ ടൈം അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ അല്ലേ, നമുക്കറിയാം വൈ ആക്സിലെ ആക്സലറേഷൻ -g ആണ് അല്ലേ. ദെൻ ആക്സലറേഷൻ എന്താണ്, -g ആണ്. ടൈമിന് മാറ്റമൊന്നുമില്ല. അപ്പം ഇവന്മാരെ എല്ലാം കൂടി ഈ ഇക്വേഷനിലോട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ കിട്ടും. ദെൻ എസിന് പകരം വൈ ഈക്വൽ ടു യുവിന് പകരം v0 sin θ ഇൻറ്റു ടി അതുപോലെ തന്നെ അല്ലേ. ഇനി എക്ക് പകരം -g ആണ്, അപ്പൊ അതുകൊണ്ട് ഹാഫ് അതുപോലെ തന്നെ ഉണ്ട്, -12 gt സ്ക്വയർ അല്ലേ. അതായത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ഒരു പ്രൊജക്റ്റിൽ 5ാമത്തെ സെക്കൻഡിൽ വൈ ആക്സിൽ എവിടെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് വൈ ആക്സിസ് അല്ലേ. അപ്പൊ 5ാമത്തെ സെക്കൻഡിൽ എക്സ് ആക്സിൽ ഇവിടെയാണ്, വൈ ആക്സിസിൽ ഇവിടെയായിരിക്കും. അപ്പൊ ഈ വൈ വാല്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം എത്ര ഉയരത്തിലാണെന്നുള്ളത് അറിയാനാണ് നമ്മൾ വൈ വാല്യൂ നോക്കുന്നത്. എത്ര ദൂരം നമ്മൾ എറിഞ്ഞ സാധനം എത്ര മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അറിയാനാണ് എന്ത് നോക്കുന്നത്, എക്സ് വാല്യൂ നോക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി, നമുക്കറിയാം വൈ ആക്സിസിൽ എന്താണ്, വൈ ആക്സിലെ ആക്സലറേഷൻ -g ആണ്, എക്സ് ആക്സിലെ ആക്സലറേഷൻ 0 ആണ്. പിന്നെന്താ അറിയണം, എന്താണ് നമ്മുടെ എക്സ് ആക്സിസിലെ ഇനിഷ്യൽ വെലോസിറ്റി v0 cos θ ആണ്, വൈ ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി v0 sin θ ആണ്. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് അറിയാം അല്ലേ. ഇതിനകത്തോട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയം കഴിയുമ്പോൾ ഈ പ്രൊജക്റ്റിലിന്റെ വെലോസിറ്റിയും അറിയാം, ഇത്ര സമയം കഴിയുമ്പോൾ ഈ പ്രൊജക്റ്റിൽ എക്സ് ആക്സിലും വൈ ആക്സിലും ഒക്കെ എവിടെയാണെന്നും അറിയാം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇനി അല്പം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇത് എക്സാമിന് പലപ്പോഴും ഡെറിവേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഒന്ന്, പാത്ത് ഓഫ് എ പ്രൊജക്റ്റിൽ. ഇത് മുതലുള്ള ഡെറിവേഷൻസ് വളരെ പ്രധാനപ്പെട്ടാണ്, മനസ്സിലാക്കി പഠിക്കുക. പാത്ത് ഓഫ് എ പ്രൊജക്റ്റിൽ നമുക്കറിയാം, ഒരു പ്രൊജക്റ്റിൽ പോകുന്ന പാത്ത് പാരാബോളിക് പാത്തിലാണ് അല്ലേ. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് ഒരു പ്രൊജക്റ്റിൽ പാരാബോളിക് പാത്തിലാണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ ഗ്രൗണ്ടിൽ പോയി ഒരു കല്ല് വലിച്ചെറിഞ്ഞ് കാണിക്കാൻ പറ്റുമോ,
പറ്റത്തില്ല. മാത്തമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാണ് ഒരു പ്രൊജക്റ്റൈൽ പാരബോളിക് പാത്തിലാണ് പോകുന്നതെന്ന് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ അയാളുടെ പൊസിഷനാണ് പറയുന്നത് അല്ലേ. അതായത് അയാൾ ഇവിടെയാണ് അല്ലേ, ഇങ്ങനെയാണ് അയാൾ പോകുന്നത്. അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ് കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പാത്ത് കിട്ടുന്നത്. നമുക്കറിയാം ഒരു പ്രൊജക്റ്റൈൽ 2 ഡയമെൻഷണൽ മോഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഇൻസ്റ്റന്റിലുള്ള പൊസിഷന് ഒരു എക്സ് വാല്യൂയും കാണും, വൈ വാല്യൂയും കാണും അല്ലേ. എക്സ് വാല്യൂയും കാണും, വൈ വാല്യൂയും കാണും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ പൊസിഷനെ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു പ്രൊജക്റ്റൈലിന് എക്സ് ആക്സിലെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്? അതായത് നമുക്കറിയാവുന്നതാണ് എന്താണ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ. അപ്പം എക്സ് ആക്സിലെ പൊസിഷൻ ആകുമ്പോൾ എസിന് പകരം എക്സ് കൊടുത്തു. ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്തേ ഉള്ളൂ, പക്ഷെ അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് അത് വെച്ച് പെട്ടെന്ന് എഴുതാം. ഇനി യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ. എക്സ് ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി V0 cos θ ആണ്. V0 cos θ അല്ലേ. എ എന്നൊക്കെ പറഞ്ഞാൽ 0ആണ്. എന്തിന്റെ കേസിൽ? ഒരു പ്രൊജക്റ്റൈലിന്റെ കേസിൽ എക്സ് ആക്സിലെ ആക്സിലറേഷൻ 0ആണ്. അപ്പോൾ എ 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഇനി ഇതുപോലെ തന്നെ വൈ ആക്സിലെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? y is equal to എസിന് പകരം y കൊടുത്തു. യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. വൈ ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി V0 sin θ അല്ലേ. പിന്നെ ഒരു ടി. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. വൈ ആക്സിലെ ആക്സിലറേഷൻ -g അല്ലേ. ദെൻ ഹാഫ് ഇൻറ്റു -gt സ്ക്വയർ അല്ലേ. ഹാഫ് AT സ്ക്വയറിന് പകരം -12GT സ്ക്വയർ എന്ന് വന്നു അല്ലേ. അതായത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട, മുമ്പേ എഴുതിയ ഇക്വേഷൻ ആണ്. അത് വെച്ചും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിനകത്തിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഈ 2 ഇക്വേഷൻസ് എഴുതാം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് അതുപോലെ ഈ cos θ ഇൻറ്റു ടി എന്നുണ്ട്. ടൈം ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയി. അപ്പം ഈ ഒന്നാമത് എഴുതിയ ഇക്വേഷൻ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ അല്ലേ. ഞാൻ ഈ ഒന്നാമത് എഴുതിയ ഇക്വേഷനകത്തിലെ ടൈമിൻ്റെ ഒരു ഇക്വേഷൻ എടുക്കുക. ഇതിനകത്ത് നിന്ന് ടൈം ടി is equal to ഇത് ഡിനോമിനേറ്ററി വന്നാൽ എക്സ് ഡിവൈഡഡ് ബൈ V0 cos θ. ടൈമിൻ്റെ ഇക്വേഷൻ കിട്ടി. ഈ ടൈമിൻ്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ടൈമിൻ്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഫ്രം ഇക്വേഷൻ 2 അല്ലേ. ദെൻ y is equal to V0 sin θ ഇൻറ്റു ടിക്ക് പകരം എക്സ് ഡിവൈഡഡ് ബൈ V0 cos θ അല്ലേ. ഇങ്ങനെ വന്നു. ദെൻ മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. ടി എന്ന് പറഞ്ഞ ഇതല്ലേ, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ദെൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ V0 സ്ക്വയർ cos സ്ക്വയർ θ അല്ലേ. ഇക്വേഷൻ ഇങ്ങനെ വന്നു. ഇനി ഇവിടെ V0യും ക്യാൻസൽ ആയിപ്പോയി അല്ലേ. അതുപോലെ തന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്കറിയാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതി y is equal to then tan തീറ്റ ഇൻറ്റു എക്സ് മൈനസ് അല്ലേ. ഇവിടെ ഹാഫ് ജി V0 സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോൾ ഹാഫ് ഉണ്ട്, ജി ഉണ്ട്, താഴെ V0 സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലേ. ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ഒരു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇവിടെ നോക്കുക, ടാൻ തീറ്റ അല്ലേ. പിന്നെ G/2 V0 സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ. ഞാനിവിടെ ഈ മാർക്ക് ഈ ബ്രാക്കറ്റിലുള്ള ടൈം ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ആംഗിൾ അല്ലേ. നമ്മളൊരു കല്ല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ചരിച്ചെറിയാൻ പറ്റണം എന്ന് വിചാരിച്ചാൽ പറ്റുമോ പിന്നെ അല്ലേ. ഒരു മാവിൽ ഒരു കല്ല് വലിച്ചെറിയാണ്, എറിഞ്ഞ ശേഷമാണ് അത് കൊള്ളത്തില്ലെന്ന് മനസ്സിലായത്, മാങ്ങയെ കൊള്ളത്തില്ലെന്ന് മനസ്സിലായത്. അപ്പം പിന്നെ എറിഞ്ഞ ശേഷം ഇച്ചിരൂടെ ചരിക്കാൻ നോക്കിയാൽ പറ്റൂ ഇല്ല എന്ന് പറഞ്ഞാൽ തീറ്റ ഇനിഷ്യൽ ആംഗിൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടാൻ തീറ്റ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈ ബ്രാക്കറ്റിനുള്ളിൽ 2 കോൺസ്റ്റന്റ് ആണ്. V0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. കല്ലിനെ ഞാൻ ആദ്യം എറിഞ്ഞ വെലോസിറ്റി ആണ്. ഇനിഷ്യലി എത്ര വെലോസിറ്റിയിലാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് അത് കോൺസ്റ്റന്റ് ആണ്.
തീറ്റ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോസ് സ്ക്വയർ തീറ്റയും കോൺസ്റ്റന്റ് ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ രണ്ട് ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേമുകൾ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേമുകളും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ അല്ലേ, നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്തൊക്കെ മോഹൻലാലിനെ കാണുമ്പോൾ തിലകം പറയത്തില്ലേ, സണ്ണിക്കുട്ട ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇതേപോലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: y = ax + bx². ഇങ്ങനൊരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പ്ലസും മൈനസും ഒന്ന് മാറി നിങ്ങൾ നോക്കണ്ട, ബാക്കി നോക്കുക. അതായത് എക്സ് വേരിയബിൾ ആണ്, എക്സ് മാറും. അതിനോടൊപ്പം ഇരിക്കുന്നത് ആരാണ്? എ. അത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ അതിന് വരും ടാൻ തീറ്റ. ഇവിടെ നോക്കുക, ഇവിടെ x² ഉണ്ട്. x²നോടൊപ്പം ബ്രാക്കറ്റിൽ ഇരിക്കുന്ന ബി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇയാളൊരു കോൺസ്റ്റന്റ് ആണെന്നേ ഉള്ളൂ. ഇവര് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മളിപ്പം തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ പോലെയാണ്. അപ്പം നമ്മൾ ആലോചിച്ചു, ഇത് ആരുടെ ഇക്വേഷൻ ആണ്? ഇത് പാരാബോളയുടെ ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ടൈലിന്റെ പാത്ത് എന്തായിരിക്കും? പാരാബോളിക് പാത്ത് ആയിരിക്കും അല്ലെ. അപ്പം ഇതെന്താണ്? ഇക്വേഷൻ ഓഫ് എ പാരാബോള അല്ലെ. ഇക്വേഷൻ, പാരാബോളയുടെ ഇക്വേഷൻ ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ത് തന്നെയായിരിക്കും? പാരാബോളിക് പാത്ത് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി പാത്തിനെ നമ്മൾ ട്രാജക്ടറി എന്നും പറയും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, ചിലപ്പോൾ എക്സാമിന് ട്രാജക്ടറി പാരാബോളിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പം ട്രാജക്ടറി എന്തുവാന്ന് അറിയത്തില്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. പാത്തിന്റെ മറ്റൊരു പേരാണ് ട്രാജക്ടറി. അപ്പോൾ ഇങ്ങനെ നമുക്കതിനെ പ്രൂവ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ആണ്. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കല്ല് വലിച്ചെറിഞ്ഞു, ഇങ്ങനെ കല്ല് പോവാണ്. മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ എത്ര സമയമാവും, അല്ലെങ്കിൽ എറിഞ്ഞ ശേഷം എത്രാമത്തെ സെക്കൻഡിലായിരിക്കും അത് മാക്സിമം ഹൈറ്റിൽ ചെല്ലുന്നത്? അതാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. ഇറ്റ് ഈസ് ദി ടൈം അറ്റ് വിച്ച് എ പ്രൊജക്ടൈൽ റീച്ചസ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. അതിനെയാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഈ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ ഇത് മുന്നോട്ട് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. വൈ ആക്സിലെ വെലോസിറ്റി 0ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിലെ വെലോസിറ്റി 0 സമയം നോക്കിയാൽ പോരായോ നമുക്ക് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് കിട്ടാൻ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വിളിക്ക് വൈ ആക്സിലെ വെലോസിറ്റിയുടെ ഇക്വേഷനെ ഇല്ലേ. നമുക്കറിയാം വെലോസിറ്റി v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാം അല്ലേ. അതായത് മുമ്പേ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്താലും മതി, പക്ഷേ എപ്പോഴും ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി പോവാണ്. വൈ ആക്സിലെ വെലോസിറ്റി അല്ലേ വേണ്ടത് നിങ്ങൾക്ക്? അപ്പം വിക്ക് വരും vy. യു എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. എത്രയാണ്? v0 sin θ അല്ലേ. ദെൻ v0 sin θ. ഇനി വൈ ആക്സിലെ ആക്സിലറേഷൻ ആണ് a -g അല്ലേ. ഇങ്ങനെ. അപ്പോൾ എന്താണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? ഈ മാക്സിമം ഹൈറ്റ് ചെല്ലുമ്പോഴുള്ള സമയം. അപ്പോൾ എന്ത് സംഭവിക്കും? വൈ ആക്സിലെ വെലോസിറ്റി 0 ആവും. അപ്പോൾ ശ്രദ്ധിച്ച്, ഇതല്ലേ വൈ ആക്സിലെ വെലോസിറ്റി. അപ്പം അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഇൻ വൈ ആക്സിസ് vy = 0. വൈ ആക്സിലെ വെലോസിറ്റി 0 അല്ലേ. അപ്പോഴത്തെ ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ടൈമിന് പകരം ഇനി tm എന്ന് കൊടുക്കുക. അപ്പോൾ മാക്സിമത്തിന്റെ എമ്മും ടൈമിന്റെ tm. ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടി. നോക്കി, vyക്ക് വരും 0 = v0 sin θ - g. ടിക്ക് പകരം tm. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് വേണ്ടി ഈ tm ആണ് അല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ -gtm ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നത് പ്ലസ് ആവും. അപ്പം gtm = v0 sin θ. അപ്പം tm എന്തായിരിക്കും? tm = v0 sin θ / g. ഇതാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. അതായത് ഈ പ്രൊജക്റ്റിൽ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ എത്ര സമയമായി കാണും, അതിന്റെ ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ എത്ര വെലോസിറ്റിയിലാണ് എറിഞ്ഞത്? ഇനിഷ്യൽ വെലോസിറ്റി ആണ് v0. ഇങ്ങനെ എറിഞ്ഞ വെലോസിറ്റി തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര ചരിച്ചാണ് എറിഞ്ഞത്. പിന്നെ g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -9.8 അല്ലേ. ഇനി ഇവിടെ -9.8 കൊടുക്കണ്ട. കാരണം
-9.8 അല്ലെങ്കിൽ -g എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ നിങ്ങൾ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ആ ജിക്ക് വരെ -9.8 എന്ന് കൊടുക്കരുത്, 9.8 എന്ന് മാത്രം കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്തായി മൂന്നാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ഇറ്റ് ഈസ് ദി ടൈം ഡ്യൂറിങ് വിച്ച് എ പ്രൊജക്ടൈൽ ഈസ് ഇൻ ഫ്ലൈറ്റ്, അല്ലേ? അതായത് നമ്മളൊരു കല്ല് ഇവിടെ എറിഞ്ഞു, ഇവിടെ ചെന്ന് താഴെ വീണു, അതുവരെയുള്ള സമയം, അല്ലെങ്കിൽ നിങ്ങൾ എത്ര സമയം കഴിയുമ്പോഴാണ് എറിഞ്ഞ കല്ല്, അല്ലെങ്കിൽ എത്ര സമയം കഴിയുമ്പോഴാണ് ഈ എറിഞ്ഞ കല്ല് താഴെ വീഴുന്നത്, അതിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അത്രയും സമയം ഈ കല്ല് പറന്നുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ വന്ന് വീഴുമ്പോഴുള്ള സമയം കണ്ടുപിടിക്കണം, അല്ലേ? അതായത് ഇവിടെ വന്ന് വീഴുമ്പോൾ ഏതെങ്കിലും പൂജ്യമാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കല്ല് മുകളിലേക്ക് പോവാണ്. കല്ല് മുകളിലേക്ക് പോകുമ്പോൾ y ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ കൂടിക്കൂടി വരും. കല്ല് മാക്സിമം ആയിട്ട് ചെന്നു. കല്ല് താഴേക്ക് വരുമ്പോൾ y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു കുറഞ്ഞ് പൂജ്യമാവും, അല്ലേ? ഇതല്ലേ y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം കല്ല് താഴേക്ക് വരുമ്പോൾ y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ വാല്യൂ നോക്കാം, കുറഞ്ഞു കുറഞ്ഞ് പൂജ്യമാവും. എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് പൂജ്യമാവും കല്ല് താഴെ വന്ന് വീഴുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഐഡിയ, y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് പൂജ്യമാവുമ്പോഴുള്ള സമയം നോക്കിയാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എടുക്കുക. അപ്പം പൊസിഷൻ ടൈം റിലേഷൻ നമുക്കറിയാം, s is equal to ut plus half at². നിങ്ങൾക്ക് y ആക്സിലെ പൊസിഷന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പോൾ എസിന് പകരം y എന്ന് കൊടുത്തു, is equal to y ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി u v0 sin θ ആണ്. ദെൻ u ന് പകരം v0 sin θ. t അതുപോലെ എഴുതി. ഇനി a ആക്സിലറേഷൻ, y ആക്സിലെ ആക്സിലറേഷൻ -g ആണ്, അല്ലേ? അതുകൊണ്ട് -12gt² എന്ന് കിട്ടി. ഇത്രയും കാര്യം നമ്മൾ ഉറപ്പിച്ചു. ഇനി കല്ലുരുണ്ട് താഴെ വീണ് കഴിയുമ്പോൾ y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. അപ്പോൾ y is equal to 0 എന്ന് കൊടുക്കുക. y ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പോഴത്തെ ടൈം t, ആ ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിന് പകരം tf എന്ന് കൊടുക്കുക. t എന്ന് പറഞ്ഞ ടൈം, f എന്ന് പറയുന്ന ഫ്ലൈറ്റ്, അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ്, അല്ലേ? അതിന്റെ ഷോർട്ട് ഫോം ആണ്. ഇത്രയും കൊടുത്ത് tf കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ആൻസർ ആയി, അല്ലേ? ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ദെൻ yക്ക് പകരം 0 is equal to v0 sin θ. ടിക്ക് പകരം tf എന്ന് കൊടുക്കുക. tf -12 g t² ആണ്. അപ്പം tfന്റെ സ്ക്വയർ, അല്ലേ? നമുക്ക് ഈ tf കണ്ടുപിടിക്കണം. അപ്പോൾ ഈ മൈനസ് ഉള്ള ടേം ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് പ്ലസ് ഉള്ള ടേം ആയിട്ട് മാറി, അല്ലേ? g12 g tf² is equal to v0 sin θ into tf. അപ്പോൾ tfഉം tf² ഒരാളും പോയി, ക്യാൻസൽ ആയി പോയി, അല്ലേ? ബാക്കി ഇക്വേഷൻ എന്ത് വരും? tf is equal to എന്താണ്? v0 sin θ ഡിവൈഡഡ് ബൈ ഈ g ഡിനോമിനേറ്റർ വരും, അല്ലേ? 2 ഇവിടെ ന്യൂമറേറ്റർ വരും 2. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അതായത് tf is equal to 2v0 sin θ by g, അല്ലേ? അപ്പോഴാണ് നമ്മൾ ജസ്റ്റ് റൈറ്റ് സൈഡിലോട്ടൊന്ന് നോക്കിയത്. നമ്മൾ അവിടെ മുമ്പേ ഡിറൈവ് ചെയ്ത ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇക്വേഷൻ നോക്കിയാൽ v0 sin θ by g. അപ്പോൾ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇത് 2v0 sin θ by g, ഒരു 2ന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടം വരെ വരാനെടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. അത്രയും കൂടെ അങ്ങോട്ട് പോയാൽ ഇതുകൊണ്ട് താഴെ വിടത്തില്ലേ? എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ ഡബിൾ ആയിരിക്കും. അപ്പം ഇവിടം വരാനെടുക്കുന്ന ടൈമിന്റെ ഡബിൾ അല്ലേ ഇവിടെ താഴെ വീഴാൻ എടുക്കുന്ന ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കുക, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് tf is equal to 2 into ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. അതായത് ഈ കല്ല് ഉരുണ്ട് താഴെ വീഴാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ ചെല്ലാൻ എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, അതിന്റെ ഡബിൾ ആയിരിക്കും, അല്ലേ? അപ്പം ഒരു കല്ല് ഞാൻ എറിഞ്ഞ കല്ല് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ താഴെ വന്ന് വീണെങ്കിൽ 5 സെക്കൻഡ് ആകുമ്പോൾ അയാൾ മാക്സിമം ഹൈറ്റിൽ ചെല്ലും, അല്ലേ?
അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷൻ ആണ്, പ്രോബ്ലത്തിലൊക്കെ ഇത് ചോദിക്കാം. നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് മാക്സിമം ഹൈറ്റ് ആണ്. നമ്മളൊരു കല്ല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉയരത്തിൽ ആ കല്ല് ചെല്ലും, അതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോഴുള്ള ടൈം അല്ലേ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം എടുക്കാം. അതായത് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് മാക്സിമം ഹൈറ്റ്. അപ്പോൾ വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് അതിൻ്റെ ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് ടൈമിന് പകരം ഈ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് അങ്ങ് കൊടുക്കുക, നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആദ്യം വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതാം. അപ്പം നമ്മുടെ പൊസിഷൻ ടൈം റിലേഷൻ is ut പ്ലസ് ഹാഫ് at². ഈ ഇക്വേഷൻ എടുത്തു. വൈ ആക്സിസിലെ ഇക്വേഷൻ അല്ലേ വേണ്ടത്, അപ്പോൾ എസിന് പകരം ഞാൻ വൈ കൊടുത്തു. വൈ ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി v0 സൈൻ തീറ്റ ഇൻറ്റു ടി, ആക്സലേഷൻ വൈ ആക്സിൽ -g അല്ലേ, ദെൻ -12 gt². ഇതാണ് വൈ ആക്സിലെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. ഇനി അപ്പോൾ ഈ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ ഉള്ള ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ടിക്ക് പകരം ടിഎം ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് കൊടുക്കുക അല്ലേ. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, v0 സൈൻ തീറ്റ ബൈ ജി. തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, അത് ആ ഇക്വേഷൻ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെ, അപ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ അതാണ് വൈക്ക് പകരം നമ്മൾ HM എന്ന് അങ്ങ് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മാക്സിമം ഹൈറ്റ് ചെല്ലുമ്പോഴുള്ള ടൈമാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. അപ്പോഴത്തെ വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങ് എടുത്താൽ മതി. ആ വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് വൈ എന്ന് എഴുതിയിരിക്കുന്നത്, ആ വൈക്ക് പകരം HM എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, HM കിട്ടും അല്ലേ. അപ്പോൾ വൈക്ക് പകരം HM is equal to v0 സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് പകരം TM അല്ലെങ്കിൽ v0 സൈൻ തീറ്റ ബൈ ജി എന്ന് കൊടുക്കുക, ഒരു മൈനസ് ഇടുക അല്ലേ, ഹാഫ് ജി t². ടിക്ക് പകരം TM എന്ന് എഴുതണം, അല്ലെങ്കിൽ v0 സൈൻ തീറ്റ ബൈ ജി അതിൻ്റെ സ്ക്വയർ, ദെൻ v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ g² എന്നായി. അതിൻ്റെ സ്ക്വയർ എടുത്തു. ഈ g² ഒരാളും ഈ ജി വന്ന് ക്യാൻസൽ ആയിപ്പോയി അല്ലേ. ഇനി HM is equal to അല്ലേ, ദെൻ v0 സ്ക്വയർ സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ജി മൈനസ് ഹാഫ് അല്ലേ, v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയറിയാം, ഈ ടേമിൽ v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി ഉണ്ട്, ഈ ടേമിലും v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി ഉണ്ട്. അത് രണ്ടും കൂടെ കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. ദെൻ HM is equal to v0 സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി കോമൺ ആയിട്ട് എടുത്തു അല്ലേ. ബാക്കി ആരൊക്കെ ഉണ്ട്, ബാക്കി ഒരു 1 ഉണ്ട്, -1/2 ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഈ ടേം പോയാൽ ഇവിടെ 1 വരും, ഇവിടെ 1/2, ദെൻ 1 മൈനസ് 1/2 അല്ലേ. 1 മൈനസ് 1/2 എത്രയാണ്, 1/2 അല്ലേ. 1ൽ നിന്നും പകുതി കുറച്ചാൽ പകുതിയല്ലേ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മൈനസ് ചെയ്യുമ്പോൾ 1/2 കിട്ടും. ദെൻ HM is equal to അല്ലേ v0 സ്ക്വയർ ഉണ്ട്, ഞാനത് എഴുതാൻ വിട്ടുപോയി, v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2 താഴെ വരും അല്ലെ, ഹാഫിന്റെ 2g. ഇതാണ് ഇക്വേഷൻ, ഇതാണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. അപ്പോൾ ഒരു കല്ല് വലിച്ചു പറഞ്ഞാൽ മാക്സിമം എത്ര ഹൈറ്റിൽ ചെല്ലും അല്ലെ, അതിന്റെ എന്താണ് ഈ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേ. അപ്പോൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ മാക്സിമം എത്ര ഹൈറ്റിൽ ചെല്ലും എന്ന് പറഞ്ഞാൽ ആ കല്ലിന്റെ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ മാക്സിമം ഹൈറ്റ് എന്ന് പറയും അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് HM is equal to v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g അല്ലെ. v0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ v0 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വെലോസിറ്റിയിലാണ് എറിഞ്ഞത് അല്ലെ, നേരെ എറിഞ്ഞ വെലോസിറ്റി. തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര ചരിച്ചാണ് എറിഞ്ഞത്, ഇപ്പം 50 ഡിഗ്രി ആയിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും, എത്രയാണ് ചരിച്ചെറിഞ്ഞത്. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്.
അപ്പോൾ എന്താണെന്ന് നോക്കാം ഹൊറിസോണ്ടൽ റേഞ്ച്. അതായത് നമ്മളൊരു കല്ലിനെ എറിഞ്ഞു, ഈ കല്ല് എത്ര ദൂരം ചെന്ന് വീഴും അല്ലേ? ദൂരെ നമ്മളിപ്പം എന്താണ് ജാവലിംഗ് ത്രോയ്ക്കൊക്കെ എന്താണ് ഏറ്റവും ദൂരെ ഇടുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ് അല്ലേ? അപ്പോൾ എത്ര ദൂരെ ഇത് ചെന്ന് വീഴും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എറിഞ്ഞ കല്ല് ഇത്രയും ദൂരം ചെന്ന് വീഴും. ഇതാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പം ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പ്രൊജക്ടൈൽ ഫ്രം ഇറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഒരു പ്രൊജക്ടൈൽ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക് എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി അറിയാം, റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് താഴെ ചെന്ന് വീഴുമ്പോഴുള്ള ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോഴാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, എക്സ് ആക്സിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ അല്ലെങ്കിൽ എക്സ് ആക്സിലെ പൊസിഷന്റെ ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷനിൽ ടൈമിന് വരെ നേരെ ടൈം ഓഫ് ഫ്ലൈറ്റ് അങ്ങ് കൊടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും അല്ലേ? അപ്പം പൊസിഷൻ ഇക്വേഷൻ ഇതാണ്, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് പൊസിഷൻ ഇക്വേഷൻ. എസ് എന്താണ് എക്സ് ആക്സിലെ ആവുമ്പോൾ എസിന് പകരം എക്സ് കൊടുക്കും. എക്സ് ആക്സിലെ ഇനിഷ്യൽ വെലോസിറ്റി യു എത്രയാണ്? v0 cos theta. Then v0 cos theta into t എന്ന് പറഞ്ഞാൽ ടൈമാണ്. എക്സ് ആക്സിസിലെ ആക്സിലറേഷൻ 0 അല്ലേ? അപ്പോൾ ഈ ടൈം എഴുതണ്ട. അപ്പോൾ ഇതാണ് എക്സ് ആക്സിസിലെ പൊസിഷൻ ഇക്വേഷൻ. ഈ പൊസിഷൻ ഇക്വേഷനിൽ ടൈമിന് വരെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊടുക്കുക. ടിക്ക് പകരം എന്ത് കൊടുക്കുക? ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? 2v0 sin theta by g അല്ലേ? ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ ഡബിൾ 2v0 sin theta by g. ഇത് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന എക്സ് അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പം എക്സിന് പകരം നമുക്കവിടെ ആർ, റേഞ്ച് ആർ എന്ന് എഴുതാം. ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിന് പകരം ആർ എന്ന് കൊടുക്കുക, ഈസ് ഈക്വൽ ടു v0 cos theta ഇൻറ്റു ടിക്ക് പകരം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2v0 sin theta by g ഇങ്ങനെ കൊടുക്കുക അല്ലേ? ദെൻ ആർ ഈസ് ഈക്വൽ ടു v0 ഇൻറ്റു v0 സ്ക്വയർ ആവും അല്ലേ? ദെൻ v0 സ്ക്വയർ ഇൻറ്റു 2 sin theta cos theta ഡിവൈഡഡ് ബൈ g അല്ലേ? നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. 2 sin theta cos theta എന്താണ്? sin 2 theta. Then 2 sin theta cos theta sin 2 theta. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ആർ, റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു അല്ലേ v0 സ്ക്വയർ then sin 2 theta by g. ഇതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ. റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു v0 സ്ക്വയർ sin 2 theta by g. ഇതാണ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് അല്ലേ? നമ്മളൊരു പ്രൊജക്റ്റൈൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം എത്ര ദൂരം വരെ വീഴും, അതാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലേ? ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മൾ നല്ല ശക്തിയിൽ ഒരു കല്ല് ഇങ്ങനെ മുകളിലേക്കാണ് എറിയുന്നതെങ്കിൽ ഒത്തിരി ദൂരെ അത് പോകത്തില്ല അല്ലേ? എന്നാൽ നല്ല സ്പീഡിലൊരു കല്ല് ഒത്തിരി താത്തെറിഞ്ഞാലും അത് ഒത്തിരി ദൂരം പോകത്തില്ല, ഇവിടെ അടുത്ത് തന്നെ വന്ന് വീഴും. ഒരു പർട്ടിക്കുലർ ആംഗിൾ എറിയുമ്പോഴായിരിക്കും നമ്മുടെ നമുക്കൊരു കൈക്ക് ഒരു പവർ ഉണ്ട് ഇല്ലേ? ആ പവർ വെച്ച് നമുക്കൊരു വെലോസിറ്റി ഒരു കല്ലിന് കൊടുക്കാൻ പറ്റിയാൽ ആ വെലോസിറ്റി വെച്ച് മാക്സിമം റേഞ്ച് എത്തണമെങ്കിൽ എത്ര ചരിച്ചെറിയണം അല്ലേ? അതാണ് നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ റേഞ്ചിന്റെ ഇക്വേഷൻ മാക്സിമം വരണം, അതായത് വെലോസിറ്റിയും മാറുന്നില്ല, ജിയും മാറുന്നില്ല, അല്ലാതെ ഈ റേഞ്ചിന്റെ ഇക്വേഷൻ മാക്സിമം വരണമെങ്കിൽ sin 2 theta മാക്സിമം വരണം അല്ലേ? നമുക്കറിയാം സൈനിന്റെ അങ്ങേ അറ്റം പോയാലുള്ള വാല്യൂ 1 ആണ്, മാക്സിമം വാല്യൂ സൈൻ്റെ 1 ആണ്. എപ്പോഴാണ് സൈൻ 1 ആകുന്നത്? അതായത് സൈൻ 1 ആകുന്നത് 90 ഡിഗ്രിയിലാണ് അല്ലേ? സൈൻ തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ് സൈൻ്റെ വാല്യൂ എത്രയാണ്? 1 ആകുന്നത് അല്ലേ? അപ്പോൾ സൈൻ 2 തീറ്റ 1 വരണം. സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, 1ൽ കൂടി ഒരു വാല്യൂ സൈൻ ഇല്ല. അപ്പോൾ സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ് എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ 1 വന്നാൽ നമ്മുടെ റേഞ്ച് മാക്സിമം ആവും. അപ്പം സൈൻ 90 അല്ലേ 1 വരുന്നത്, അപ്പോൾ ഈ 2 തീറ്റയുടെ പ്ലേസിൽ എന്ത് വരണം? 90 വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 2 തീറ്റ ഈസ് ഈക്വൽ ടു 90
അല്ലേ? അപ്പം ഈ 2θ എന്ന് എഴുതിയ പോർഷനിൽ 90 വരുമ്പോഴാണ് sin 90 എന്താണെന്ന് 1 ആണ്. അപ്പൊ ഈ 2θയുടെ പോർഷനിൽ ആര് വരണം? 90 വരണം. അപ്പം തീറ്റ എത്രയായിരിക്കും? 90/2 45 ഡിഗ്രി അല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഒരു കല്ലിനെ മാക്സിമം ദൂരം എറിയണമെങ്കിൽ 45 ഡിഗ്രി ചരിച്ചെറിഞ്ഞാൽ മതി അല്ലേ? അപ്പോഴത്തെ റേഞ്ചിനെ നമുക്ക് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് RM എന്ന് എഴുതാം അല്ലേ? അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? sin 2θയ്ക്ക് ഒരു 1 കൊടുക്കുക. ദെൻ RM മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് RM ഈസ് ഈക്വൽ ടു ഇത് 1 ആയി കഴിഞ്ഞാൽ V02 എന്താണ് G. ഇതാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ. അപ്പോൾ ഒരു പ്രൊജക്റ്റിലിനെ മാക്സിമം ദൂരം വിടണമെങ്കിൽ നിങ്ങൾ എത്ര ഡിഗ്രി ചരിച്ചെറിയണം? കൃത്യം 45 ഡിഗ്രി ചരിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാക്സിമം പോകും അല്ലേ? അപ്പോൾ എത്രയാണ്? ഈ 45നേക്കാളും കൂടിയ ആംഗിൾ എറിഞ്ഞാലും ദൂരം ഇല്ലേ ഒത്തിരി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യത്തില്ല. 45നേക്കാളും കുറഞ്ഞ ആംഗിൾ എറിഞ്ഞാലും ഒത്തിരി ദൂരം കവർ ചെയ്യത്തില്ല. 45 ഡിഗ്രി ആംഗിൾ എറിയുമ്പോഴാണ് ഈ പ്രൊജക്റ്റിൽ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് ഈ ജാവലിൻ ത്രോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ജാവലിൻ ത്രോയിൽ നമുക്ക് നല്ല പവറുള്ള കൈയാണെന്ന് വെച്ചു എന്നും പറഞ്ഞാൽ നിങ്ങൾ കുത്തനെ ഈ ജാവലിൻ എറിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദൂരം പോകും ഇല്ല. അതുകൊണ്ട് പ്രൈസും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജാവലിൻ ത്രോയിലൊക്കെ ഈ അത്ലറ്റ്സ് എന്താണ് ഒരു 45 ഡിഗ്രിയിലായിരിക്കും ഇതിനെ എറിയുന്നത്. അപ്പോൾ അവരുടെ ആ പവർ വെച്ച് മാക്സിമം ദൂരം അവർക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും. അതുപോലെ ഷോട്ട് പുട്ടൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഷോട്ടൊക്കെ എറിയുന്നത് ഒരു 45 ഡിഗ്രി ചരിച്ചാണ് എറിയുന്നത്. അപ്പം അവരുടെ ആ കൈയുടെ പവർ വെച്ച് മാക്സിമം ദൂരം അതിന് അവർക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം അതിനേക്കാളും പവർ കൂടിയ ഒരു കൈയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടും. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് എന്ന് പറഞ്ഞാൽ എല്ലാ 45 ഡിഗ്രിയിൽ എറിയുന്ന എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടും ഇല്ല. അതായത് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിക്കൊന്നും ചേഞ്ച് ഉണ്ടാകത്തില്ല. പക്ഷേ ആ പറ്റുന്ന വെലോസിറ്റി ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെലോസിറ്റി ഉപയോഗിച്ച് മാക്സിമം ദൂരം ഇതിനെ എത്തിക്കണമെങ്കിൽ 45 ഡിഗ്രി ആംഗിൾ ചരിച്ച് എറിഞ്ഞാൽ മതി. അപ്പോൾ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷനാണ് V02/G എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്റ്റ് ചെയ്യേണ്ട ആംഗിൾ എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണ്? 45 ഡിഗ്രി. അപ്പോൾ പ്രൊജക്റ്റൈലിൻ്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. പ്രൊജക്റ്റൈലിൻ്റെ ഇക്വേഷൻസ് ആണ് ഇത്. ബൈ ഹാർട്ട് ചെയ്യണം. അതായത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് V0 sin θ/G. അതിൻ്റെ ഡബിൾ ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ഫുൾ താഴെ വന്ന് വീഴാനുള്ള സമയം. അതായത് 2V0 sin θ/G. ഇനി എന്താണ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ V0² sin² θ/2G. റേഞ്ചിൻ്റെ ഇക്വേഷനോ V0². അപ്പോൾ അവിടെ ഒരു V0² ഉണ്ട് അല്ലേ? ഇവിടെ 2 താഴെ വന്നപ്പോൾ ഇതിനോടൊപ്പമാണ് 2 വന്നിരിക്കുന്നത്. sin 2θ/G അല്ലേ? എല്ലാ ഇക്വേഷനിലും താഴെ G ഉണ്ട്. ഇനി മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് വരുന്ന എപ്പോഴാണ്? θ45 ആകുമ്പോൾ. അപ്പോൾ ഇക്വേഷൻ RM is equal to sin 2θ 1 ആവും. അപ്പോൾ RM is equal to V0²/G അല്ലേ? അപ്പോൾ എല്ലാ ഇക്വേഷനിലും sin θ ഉണ്ട്, V0 ഉണ്ട്, G ഉണ്ട്. ഇത്രയും ടേമുകളാണ് ഈ ഇക്വേഷനിലുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻസ് കാണാതെ പഠിച്ചോണം, വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് ഈ ഇക്വേഷൻസ് കാണാതെ അറിയാമെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് മാർഗം മേടിക്കാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻസ് അത്യാവശ്യമായിട്ട് എന്ത് ചെയ്തോണം? ബൈ ഹാർട്ട് ചെയ്തോണം. അതുപോലെ തന്നെ ഈ പോർഷനിൽ നിന്ന് ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പോൾ 2 ആംഗിളുകൾക്ക് ഒരേ റേഞ്ച് കിട്ടാം അല്ലേ? നമ്മളൊരു കല്ലിനെ വലിച്ചെറിയുന്നത് 2 ആംഗിളുകൾക്ക് ഒരേ റേഞ്ച് കിട്ടാം അല്ലേ? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഒരാൾ ഇങ്ങനെ ഒരു കല്ല് എറിഞ്ഞു, അപ്പോൾ ഇവിടെ ചെന്ന് വീണു. അല്പം ഉയർത്തി ഒരു കല്ല് ഇച്ചിരൂടെ ഉയരത്തിൽ എറിഞ്ഞു, അപ്പോഴതും ഇവിടെ ചെന്ന് വീണു. രണ്ടിനും ഒരേ റേഞ്ചാണ് അല്ലേ? അപ്പം ആദ്യത്തെ കല്ല് എറിഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രി ആംഗിളിലാണെങ്കിൽ രണ്ടാമത്തെ കല്ല് എറിഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രി ആംഗിളിലാണ് അല്ലേ? അപ്പോൾ 30നും 60ക്കും ഒരേ റേഞ്ച് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്, ഒരാൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞു, വേറെ ഒരു ആംഗിളിൽ ഒരാൾ കല്ല് വലിച്ചെറിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അയാൾ തന്നെ വേറെ ഒരു ആംഗിളിൽ കല്ല് വലിച്ചെറിഞ്ഞു. രണ്ടിനും ഒരേ റേഞ്ച് അല്ലേ? അപ്പം ആദ്യം പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ 30 ആണെങ്കിൽ രണ്ടാമത് പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ എത്രയായിരിക്കും? അതായത് 90യിൽ നിന്നും 30 കുറച്ചാൽ മതി. അതായത് 90 - 30 എത്രയാണ്? 60 ഡിഗ്രി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും.
ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ 90യിൽ നിന്ന് നേരെ തന്നിരിക്കുന്ന ആംഗിൾ കുറച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ചോദിക്കുന്നതാണ്, ഒരാൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞു, രണ്ടാമത് അയാൾ വീണ്ടും ആ കല്ല് തന്നെ വലിച്ചെറിഞ്ഞു. അപ്പോൾ ആദ്യം കിട്ടിയ റേഞ്ച് തന്നെ രണ്ടാമതും കിട്ടി. അപ്പം ആദ്യം എറിഞ്ഞത് 60 ഡിഗ്രി ആണെങ്കിൽ രണ്ടാമത് എറിഞ്ഞത് അതേ റേഞ്ച് കിട്ടാൻ രണ്ടാമത് എറിഞ്ഞ് എത്രയായിരിക്കും? അതായത് 90യിൽ നിന്ന് 60 മൈനസ് ചെയ്താൽ മതി 30 ഡിഗ്രി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി അല്ലേ. നമ്മളിപ്പം കല്ലിനെ ഒത്തിരി ഉയർത്തി എറിഞ്ഞാലും ചിലപ്പോൾ ഇവിടെ വന്ന് വീഴും, ഇച്ചിരി ചരിച്ച് ഇങ്ങോട്ട് എറിഞ്ഞാലും ഇവിടെ വന്ന് വീഴും. അപ്പോൾ ഒരു ആംഗിൾ അതിൽ തന്നാൽ മറ്റേ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 90യിൽ നിന്നും മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കുകൾ എന്താണെന്ന് നോക്കാം. ഇന്ന് പഠിച്ചത് പ്രൊജക്റ്റൈലിനെ കുറിച്ചാണ്. എറിഞ്ഞ ശേഷം പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ എന്ന് വിളിക്കുന്നത് അല്ലേ. പ്രൊജക്റ്റൈലിൻ്റെ പ്രത്യേകത എന്താണ്? 2 ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അത് യൂണിഫോം മോഷനും വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സിലറേറ്റഡ് മോഷനിലുമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് അവിടുത്തെ ആക്സിലറേഷൻ -g അല്ലേ. ഇനി ഇതൊക്കെയാണ് പ്രൊജക്റ്റൈലിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മളതിൻ്റെ പൊസിഷനെ കുറിച്ചും വെലോസിറ്റിയെ കുറിച്ചും ഒക്കെ പറഞ്ഞു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റൈലിൻ്റെ പാത്ത് പാരാബോളിക് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റൈലിൻ്റെ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, പിന്നെ മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്, അങ്ങനെ കുറേ ഇക്വേഷൻസും ഡിറൈവ് ചെയ്യും അല്ലേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് എന്ത് നമ്മുടെ ഈ പ്രൊജക്റ്റൈൽ അല്ലേ. ഈ പ്രൊജക്റ്റൈൽ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 3-4 മാർക്കിനുള്ള വഴി അതിനകത്തിലുണ്ട് അല്ലേ. അങ്ങനെ വളരെ എക്സാമിന് ചോദിക്കാൻ ഒരു 90% സാധ്യതയുള്ള ടോപ്പിക്കാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒഴിവാക്കാതെ പഠിച്ചോണം ഈ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്ന പോർഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്ന പോർഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോണം.